ഐഡിയാസ് ഒരു വല്ലാത്ത സാധനമോ. അതെപ്പോൾ വരുമെന്നോ എന്ത് ചെയ്യുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നോക്കൂ, വളരെ ചെറിയൊരു ഐഡിയ ആപ്പിളിന്റെ രൂപത്തിൽ ഒരു മരത്തിൽ നിന്ന് വീണു. അത് യുവാവായിരുന്ന ന്യൂട്ടനെ ലോകത്തിലെ വലിയൊരു സയന്റിസ്റ്റാക്കി മാറ്റി. അതുപോലെ ഒരു ചെറിയ ഐഡിയ വലുതായി ഇന്റർനെറ്റ് ആവുന്നു. അത് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നു. ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരൻ തന്റെ ചെറിയൊരു ഐഡിയ കൊണ്ട് ലോകത്തിലെ തന്നെ വലിയൊരു കമ്പനി ഉണ്ടാക്കി. എന്റെ കാര്യം തന്നെ എടുത്ത ആക്ടിംഗ് എന്നൊരു ഐഡിയ കാലങ്ങളായിട്ട് എന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ എഞ്ചിനീയറിംഗ് ജോലി പോലും ഉപേക്ഷിച്ച് വലിയ സ്ക്രീനിൽ ചെറിയൊരു സ്ഥാനം ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഐഡിയകൾ എല്ലാവരുടെ മനസ്സിലും തോന്നും. പക്ഷേ ഈ ലോകത്തെ മാറ്റുന്നത് ആരാണെന്ന് അറിയോ? അത് സ്വന്തം ഐഡിയയെ സ്വപ്നമായി കാണുന്നവനാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. സോ പ്ലീസ് വെൽക്കം അവർ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസ്. ഏറ്റവും ആദ്യം വരുന്നത് ഇന്നോവേറ്റീവ് ഡിസൈൻസ്, ലക്ഷറി ആൻഡ് അഡ്വഞ്ചറിന്റെയും മാസ്റ്റർ, ഡെല്ല ലീഡേഴ്സ് ക്ലബിന്റെ ഫൗണ്ടിംഗ് ലീഡർ ജിമ്മി മിസ്ത്രി, അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റും ഓൺട്രപ്രണറും ആയ ഷീ ദ പീപ്പിളിന്റെയും ഗായത്രിയുടെയും ഫൗണ്ടർ ശൈലി ചോപ്ര. നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം ഇൻഡോർ മുതൽ അമേരിക്ക വരെ നീളുന്ന ബിസിനസിന്റെ ശൃംഖലയുള്ള VC ഫ്രം വാഷിംഗ്ടൺ DC സന്ദേശ് ശാരദ, ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ, ടൈറ്റൻസ്, നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു സ്റ്റാർട്ടപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്താ നോക്കുന്നത്? എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്, ഇൻ എനി ഓർഗനൈസേഷൻ, എനി കമ്പനി, എനി ഐഡിയ, ഇറ്റ്സ് വാട്ട് ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. ലവ്ലി. ഞാൻ ഈ ഐഡിയ ബാസിൽ വന്നതിന് ശേഷം നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐഡിയ യൂണിക് ആയിരിക്കണം, ഐഡിയയിൽ ഒരു ശക്തി ഉണ്ടായിരിക്കണം. ഐഡിയയ്ക്ക് ഒരു ശക്തി ഉണ്ടായിരിക്കണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഐഡിയ മാത്രമായിരുന്ന ഐഡിയകളാണ്. പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി somebody was looking for the wings. We need wings. I think we are all set for those ideas. ലവ്ലി. ചുരുക്കത്തിൽ പറയുന്നത്, ഐഡിയ സ്റ്റേജിലുള്ള ഐഡിയാസുകളായാലും അത് വരട്ടെ. ഇപ്പോഴുള്ള സ്റ്റേജിലോ ഏർലി സ്റ്റേജിലോ ആയാലും നമുക്ക് വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനുള്ള മെന്റേഴ്സ് ആകുന്നു. പിന്നെ വേണ്ടത്, അത് നോട്ട് ഓൺലി വി മേക്ക് ഇൻ ഇന്ത്യ, ബട്ട് വി മേക്ക് ഫ്രം ഇന്ത്യ ആൻഡ് എക്സ്പോർട്ട് ടു ദ വേൾഡ്. വളരെ മനോഹരം. സോ ഇന്നത്തെ ആദ്യത്തെ ഐഡിയ ബാസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ ഐഡിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങളുടെ വയറും നിറയ്ക്കും, പോക്കറ്റും നിറയ്ക്കും. എങ്ങനെയാണെന്നോ? വരൂ, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ധാരാളം അവസരങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ചില ആളുകൾ വിദേശത്ത് വിജയത്തിന്റെ പിറകെ പാഞ്ഞു നടക്കും. എന്നാൽ ചില വ്യക്തികൾ അതേ വിജയം വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആശിഷ് ഡെക്കോലെ. ഒരു ഇന്നോവേറ്റീവായ ഡ്രീമറാണ്. ഏറ്റവും പ്രധാനം, അദ്ദേഹം ഒരു ഫാമിലി മാനാണ്. ഞാൻ മിനിമത്തിൽ 12 വർഷം കൊണ്ട് 5 കമ്പനികൾ മാറിയിട്ടുണ്ട്. ധാരാളം ഓഫറുകൾ കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിലും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നോർവേയിൽ പോകാനുള്ള ഒരു ചാൻസ് വന്നിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ചാൻസും റിഫ്യൂസ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വിദേശത്തുള്ള ഒരു കാര്യങ്ങളും സ്വീകരിച്ചില്ല. സ്വന്തം രാജ്യത്തെ ശക്തിപ്പെടുത്താനും ഇവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാനുമാണ് ശ്രമിച്ചത്. Because while talent can belong anywhere, purpose belong here. നമസ്കാരം ടൈറ്റൻസ്, ഞാൻ ആശിഷ് ടാക്കോളയാണ്. ഞാൻ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ നിങ്ങളെ എല്ലാവരെയും കൂടുതൽ പണക്കാരനാക്കാനാണ് വന്നത്. ഓഡിയൻസ്, നിങ്ങളിൽ ആരൊക്കെയാണ് ബിസിനസ്സുകാരാകണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പണക്കാരാകാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഉണ്ട്. ഞാനും ആകാൻ ആഗ്രഹിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ട്. എന്താ തീർച്ചയായും. എന്നാ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ ആഗ്രഹമുണ്ടോ? ഉറപ്പല്ലേ? അതെ. ദേ ഇങ്ങനെ. ടൈറ്റൻസ്, ഇതാണ് വെൻഡി ബൈറ്റ്, ഇന്ത്യയിലെ ഏറ്റവും യൂണിക്കായ വെൻഡിങ് മെഷീൻ. ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ മെഷീന് വെറും 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് സെർവ് ചെയ്യാൻ പറ്റും. നാടൻ സ്ട്രീറ്റ് ഫുഡ്, ബിവറേജസ്,
മീൽസ് പിന്നെ സ്നാക്സ്. ടൈറ്റൻസ്, ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് മെഷീൻ 100% മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. വെരി ഗുഡ്. അതുമാത്രമല്ല, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ വെൻഡിങ് മെഷീനേക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രത്യേകിച്ച് 3 ഗുണങ്ങൾ ഇവയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതുപോലെ ഹൈജീനിക് ആണ്, ഫ്രഷ് ആണ്, അത് പെർഫെക്റ്റ് ആണ്. അഴുക്കുകൾ പുരണ്ട കൈകൾ തൊടാൻ യാതൊരു സാധ്യതയുമില്ല. രണ്ടാമത്തേത്, ഈ മെഷീൻ UPI എനേബിൾഡ് ആണ്. അതോടൊപ്പം IoT ടെക്നിക്കും ചേർന്നതാണ്. അതായത് ചില്ലറ പ്രശ്നങ്ങളുടെ കാര്യം മറക്കൂ, ഓൺലൈൻ പേയ്മെന്റ് ചെയ്യൂ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കൂ. മൂന്നാമത്തെ കാര്യം, ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആകെ 2 അടിക്ക് 2 അടി സ്ഥലം മാത്രം മതി. ഒരു ഇലക്ട്രിക് പോയിന്റും വേണം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും ബാറ്ററി കൊണ്ട് കാര്യം നടന്നോളൂ. ടൈറ്റൻസ്, ഞങ്ങൾ ഇതുവരെ ഏകദേശം 250 യൂണിറ്റ്സിനേക്കാൾ കൂടുതൽ സ്വദേശത്തും വിദേശത്തുമായിട്ട് മോൾസിലും മൾട്ടിപ്ലെക്സിലും മെട്രോ സ്റ്റേഷനിലും ഒക്കെ അതുപോലെ ഫുഡ് കോർട്ടിലൊക്കെ എല്ലായിടത്തും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഇത് അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. ഇതിന്റെ ഓണേഴ്സ് മോശമില്ലാത്തൊരു ലാഭം നേടുന്നുമുണ്ട്. അപ്പോൾ ടൈറ്റൻസ്, വെൻഡി ബൈറ്റിന്റെ ഈ യുണീക് സ്റ്റൈലുള്ള ഈ ബിസിനസ് സപ്പോർട്ടറെ ലോകം മുഴുവനായിട്ട് എത്തിക്കാൻ ഇപ്പോൾ എനിക്ക് വേണ്ടത് 2 കോടി രൂപയാണ്. അത് 5% ഇക്വിറ്റിയിൽ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എനിക്ക് കൈതരാൻ പറ്റുമോ? അല്ല ആശിഷ് സാർ, നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയണം. അതായത് ഈ വെൻഡിങ് മെഷീന്റെ ഐഡിയ ഉണ്ടല്ലോ, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഐ വാസ് വർക്കിംഗ് ഇൻ MNC ഇൻ 2014. ഞാനപ്പോൾ യൂറോപ്പിൽ പോയിരുന്നു. നോർത്ത് യൂറോപ്പ് ഓൺ സൈഡിലെ സ്വീഡനിലെ. അവിടെ നമ്മുടെ ഇന്ത്യക്കാരുണ്ടായിരുന്നു, കുറച്ച് ബംഗ്ലാദേശികളുണ്ടായിരുന്നു, പിന്നെ പാകിസ്ഥാൻകാരുണ്ടായിരുന്നു. അവിടെ ഗ്രോസറി ഷോപ്പ് നടത്തുന്നവരായിരുന്നു. അവരുടെ അടുത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്ട്രീറ്റ് ഫുഡ് പോലുള്ള കാര്യങ്ങളുണ്ട്, ഈ ഫാമിലി പാക്ക് പോലെയുള്ളത്. അതോടെ ഇൻപുട്ട് ആകുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തീരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അല്ല ഇത് പുറത്തൊരു സ്റ്റോൾ പോലെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാവുന്നില്ലേ? പക്ഷെ അയാൾ പറഞ്ഞതേ, സാർ അതൊക്കെ ശരിയാണ്, പക്ഷേ സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഇല്ലെന്നാണ്. ഇതൊക്കെ സെർവ് ചെയ്യണ്ടേ? ഒരു സെക്കൻഡിൽ ഞാൻ പറഞ്ഞു, ഞാൻ വല്ല റോബോട്ടിക് ഹാൻഡ് ഉണ്ടാക്കാം. അതോടെ അയാൾ എന്നെ ഒരുപാട് ഫോളോ ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ മെഷീൻ ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ ഐഡിയ എനിക്ക് ക്ലിക്കായി. അപ്പോൾ ഞാനിതിൽ വർക്ക് ചെയ്യാനും തുടങ്ങി. പിന്നെ 2019 ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുള്ളി ഞാൻ ഈ പരിപാടി തുടങ്ങി. ആദ്യം ഈ പാനിപൂരി വെൻഡിങ് മെഷീനിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മാക്സിമം ഒരു 50 വ്യത്യസ്തമായ ടൈപ്പിലുള്ള മെഷീൻസ് ഉണ്ട്. അതിൽ ചിലത് എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ആണ്, ചിലതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോജക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 3 എണ്ണം. കണ്ടിന്യൂസ്ലി വി ആർ സെല്ലിംഗ് ദിസ് പ്രോഡക്റ്റ് ഇൻ മാർക്കറ്റ്. ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് പ്രോഡക്റ്റ്. നല്ല ഇംപ്രഷൻ തോന്നുന്നു. താങ്ക് യു സർ. ഇറ്റ് ഡിസേർവ്സ് എ റൗണ്ട് ഓഫ് അപ്ലോഡ്സ്. ഇതിന്റെ കോസ്റ്റിംഗ് എത്രയാണ്? സാർ, ആ ഒരു മെഷീൻ 1.5 ലാഖിൻ്റെയാണ്. ഓക്കെ. പിന്നെ ഈ മെഷീൻ ഇതിൽ ഷേക്ക്, കോൾഡ് കോഫി, പിന്നെ പലതരത്തിലുള്ള ബിവറേജസ്, കൂൾ ബിവറേജസ് എല്ലാം ഉണ്ടാക്കാം. ഈ മെഷീൻ 1.9 lakhs ആണ് വരുന്നത്. ഓക്കെ. ദിസ് മെഷീൻ ഫോർ പാക്ക് സ്നാക്സ്. ഇതിൽ ഹോട്ട് എയർ ബ്ലോർ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിൽ ലഞ്ച് ടൈമിലോ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇതങ്ങ് അടിച്ചു പൊളിക്കും ആ സമയത്ത്. സർ, ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാനിപൂരി മെഷീൻസ് ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അത് കഴിക്കാൻ കൂടി തന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവും. Of course, please come. So let's go. Yeah. This is UA. Yeah. I am going to order. ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്തു. Yeah. എനിക്കിപ്പോ ഒരു പാനിപൂരി വേണം. ഓക്കെ, ചോക്ലേറ്റ് പാനിപൂരി ഉണ്ട്, മസാലയുണ്ട്. സാധാരണ ടൈപ്പും ഉണ്ട്. യാ. അപ്പോൾ ഞാനിത് ഈ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ മൾട്ടിപ്പിൾ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഐ ഷോ യു. 40 രൂപയുടെ. അപ്പോൾ ഉടനെ 40 രൂപയുടെ QR കോഡ് ഷോ ആവും. സോ ഡയറക്ട്ലി ടു ദ QR കോഡ്. അപ്പോൾ ഞാൻ എൻ്റെ UPI ആപ്പ് Thank you for the ഉപയോഗിക്കുന്നു. treat. Now I'll pay. ഇതിലിങ്ങനെ പേ ആവുന്ന സമയത്ത് Yeah. ഇതിൽ അക്നോളജ്മെന്റ് കാണും. സി, വളരെ എളുപ്പം കഴിഞ്ഞല്ലോ. അതെ. ഓക്കെ, ഇനി ഒരു 20-30 സെക്കൻഡിനകത്ത് തന്നെ പ്ലേറ്റ് വരും. അതിപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. I see. ഇനി നോക്കിക്കോളൂ. ഓ, വെരി Order നൈസ്. complete. ഇവിടെ തന്നെ സ്റ്റാറ്റസ് കാണിക്കും അല്ലേ? അതെ, സ്റ്റാറ്റസ് കാണിക്കും. വെരി ഗുഡ്. ഇപ്പോൾ ബ്ലൂ ലൈറ്റ് മിന്നുന്നില്ലേ? ആ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേറ്റ് എടുക്കാം. അതായത് നിങ്ങളിപ്പോൾ ഈ പ്ലേറ്റ് എടുക്കുന്നില്ലെങ്കിൽ അതുവരെ ഇത് ഹോം സ്ക്രീനിൽ വരില്ല. Oh, I see. രണ്ടാമത്തെ ഓർഡർ എടുക്കുകയില്ല. ഓക്കെ, I'll take it. യു വാണ്ട് ഇറ്റ്? Yes. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരോ പൂരിയായിട്ട് ഇപ്പോൾ എടുക്കാം. ഓ, ഈ കവർ മാറ്റല്ലേ? ആ കവർ മാറ്റിക്കോളൂ, ജസ്റ്റ് ഫോർ യുവർ സേഫ്റ്റി. അങ്ങനെ ഏത് ഫ്ലേവറാണോ വേണ്ടത് അതെടുക്കാം. കറക്റ്റ്. This is അതെ, സെൻസർ ആണ്. sensor. Oh, nice. ഇതെല്ലാം ഓൾറെഡി സെറ്റ് ആണ്. ദാറ്റ്സ് മച്ച് ക്വാണ്ടിറ്റി ഓൺലി ഡിസ്പേഴ്സ്. Oh, very nice. Okay. Now it's a real test, no? യെസ്.
Not bad at all. My fellow Titans should try this hygiene pani puri. Please come. Vending machine ഉണ്ടാക്കിയതാണ്. പ്ലീസ്. We love to go around the world and vend things from the machine. കൊള്ളാം, കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. പാനിപ്പൂരി മുകളിൽ നിന്ന് താഴേക്ക് വരികയാണോ അതോ ഓൾറെഡി ട്രെയിൽ തന്നെ ഉള്ളതാണോ? അല്ല, ഇത് വെറും ഷോയ്ക്ക് ഓ, വേണ്ടിയാണ്. ഷോയ്ക്കാണല്ലേ? അതെ, അകത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേറ്റിൽ വരുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. But the filling is getting done there. huh? ഫില്ലിംഗ് ഇസ് ഗെറ്റിംഗ് ഡൺ. ഈ മെഷീന് ഒരു തവണ 100 പ്ലേറ്റിന്റെ കപ്പാസിറ്റി ഉള്ളതാണ്. ക്വാണ്ടിറ്റി മാനുഫാക്ചർ. നിങ്ങളുടെ ഈ ഫാക്ടറി ഉണ്ടല്ലോ, അത് ഏത് സൈസിലെ ഫാക്ടറിയാ? ഇപ്പോ 5000 സ്ക്വയർ ഫീറ്റിലാണ്. 5000 സ്ക്വയർ ഫീറ്റിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്? എത്ര വർക്കേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്? ഇപ്പോ പറയുകയാണെങ്കിൽ എന്റെ ഫാക്ടറിയിൽ ഒരു 19 പേരാണുള്ളത്. ഔട്ട് ഓഫ് 19, 11 ആർ എഞ്ചിനീയേഴ്സ്, ബാക്കിയെല്ലാം പ്രൊഡക്ഷൻ ലൈനാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് എത്ര മെഷീന്റെ കപ്പാസിറ്റി ഉണ്ട് ഒരു മാസത്തെ കണക്കിൽ? മന്ത്ലി ഒരു 50 മെഷീൻസ് ഒക്കെ ഇറക്കാം. ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. മന്ത്ലി ഒരു 10-12 മെഷീനെ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് 40 to 50 മെഷീന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ടുണ്ട്. മന്ത്ലി അല്ലേ? അതെ, മാസത്തിൽ. അപ്പോൾ 10 to 12 ലക്ഷം വരെയുള്ള ടേൺ ഓവർ ഒരു മാസത്തിൽ കണക്കാക്കാം, അങ്ങനെയല്ലേ? 18-19 എംപ്ലോയീസ്, അവരുടെ സാലറി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു മാസത്തെ ചെലവ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ റെന്റ്, അതായത് പുതിയ ഫാക്ടറിയുടെ റെന്റ് തുടങ്ങിയിട്ടുണ്ട്, സാലറീസും ഉണ്ട്. ആഹാ, അതായത് ഒരു പെർസെന്റേജ് വൈസ് ബ്രേക്ക് പറഞ്ഞാലും മതി. എത്ര വരും സാലറി? ഇപ്പൊ എത്ര പെർസെന്റേജാ? അതായത് ഈ ചെലവുകളൊക്കെ കഴിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 30 to 40% ഉണ്ടാവും. Net margin. അതെ അതെ, നെറ്റ്. എല്ലാം കഴിഞ്ഞിട്ട് 40%. യെസ് സർ. അങ്ങനെ ഇപ്പൊ ഏത് കച്ചവടം ഉള്ളത്? ഇപ്പോൾ ഇതിന് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കൂടുതലായി ഉണ്ടാക്കേണ്ടി വരുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡിമാൻഡ്സ് എവിടെ നിന്നാ വരുന്നത്? അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം വരുന്നുണ്ട്. അതായത് ഇനി ഇൻഫ്രാസ്ട്രക്ചർ കൂടുമ്പോൾ അതുപോലെ വെൻഡിംഗ് മെഷീന്റെ കൾച്ചറും കൂടും. വെൻഡിംഗ് മെഷീന്റെ ഈ ഒരു കൾച്ചർ ഇന്ത്യയിൽ എത്ര കൂടുതലായിട്ടാണ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തു വരുന്നത്? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അസസ്മെന്റ് എന്താണ്? ആദ്യം ഞാനിത് തുടങ്ങിയ സമയത്ത് എല്ലാവരും ചിരിക്കുകയായിരുന്നു. നീ എന്തായി ചെയ്യുന്നത്? ATM-ൽ പണം വരുന്നത് പോലെ ഭക്ഷണം വിൽക്കാൻ പറ്റുമോ? വീട്ടിലുള്ളവരടക്കം. പക്ഷെ അതിനുശേഷമാണ് ഈ കോവിഡ് വരുന്നത്. കോവിഡ് എനിക്ക് ശരിക്കും ഒരു റോക്കറ്റ് സ്പീഡാണ് തന്നത്. ഈ ഹൈജീൻ എന്ന വിഷയമുണ്ടല്ലോ, അതിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ കൂടുതൽ ടാർഗറ്റ് ചെയ്തത് ഈ പാനിപ്പൂരി മെഷീനിലാണ്. കാരണം ഇത് കൂടുതൽ അൺഹൈജീനിക് ആയ ഒരു സെക്ടറാണ്. ഭയങ്കര പ്രശ്നമുള്ളതാ. മിക്കവാറും ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇത് കുട്ടികളോട് കഴിക്കണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് മെഷീനിൽ കാണുമ്പോൾ കഴിച്ചോളാൻ പറയും. പക്ഷേ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഫുഡ് ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ അഗൈൻ ഫാന്റാസ്റ്റിക്. പക്ഷേ ഈ പാനിപ്പൂരി ഇങ്ങനെ വാങ്ങിച്ച് വായിലിടുന്നതിന്റെ ഒരു രസമുണ്ടല്ലോ, അത് വെൻഡിംഗ് മെഷീനിൽ ഉണ്ടാവും തോന്നില്ല. അതായത് അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പാനിപ്പൂരി ഹൈജീനിക് ആണെങ്കിലും അതിൽ അതേപോലെയുള്ളൊരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അല്ല, അതാണ് വിഷയം. അതിന്റെ ആ ഒരു മിക്സിംഗ് നമ്മൾ കാണുമല്ലോ. നോക്കൂ, ഞാൻ ഈ പ്രോഡക്റ്റ് ഇന്നോവേഷനിൽ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഈ കസ്റ്റമറുടെ അംഗീകാരം, പിന്നെ ഇതിന്റെ ബിസിനസ് മോഡലിലൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് ഉണ്ട് മൾട്ടിപ്പിൾ മെഷീനൊക്കെ വെക്കുന്നവർ. അത് പിന്നെ ഈ റിമോട്ട് സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഈ കൺട്രോൾ സെന്റർ ഉണ്ടല്ലോ, അവിടേക്ക് ഇതിന്റെ ഇൻഫർമേഷൻ പോകുന്നുണ്ടാകും. ഏത് രീതിയിലുള്ള കൺട്രോളാണ് അവർ ഇതിൽ കാണുന്നത്? കാരണം ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് കാണണമല്ലോ, സാധനം തീരുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഇതിന്റെ ഇന്റർഫേസ് എന്താണ് സാർ? അതിന് VMM എന്ന് പേരുള്ളൊരു ടൂളുണ്ട്, വെൻഡിംഗ് മെഷീൻ മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത് IoT എനേബിൾഡ് ആണ്. അപ്പോൾ VMM ചെയ്യുന്നത് മെഷീനിൽ സെയിൽസ് നടക്കുമ്പോൾ അത് സെർവറിലോട്ട് ഡാറ്റാസ് അയക്കും. സെർവർ അത് മൊബൈൽ ആപ്പിലേക്ക് അയക്കും. നിങ്ങളിപ്പോൾ US-ലാണെങ്കിൽ നിങ്ങളുടെ മെഷീൻ ഇന്ത്യയിൽ ഇരുന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 100 മെഷീൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അത് കാണാം. അതായത് ഇപ്പോൾ 10ാം നമ്പർ മെഷീൻ എന്താ ചെയ്യുന്നത്, 12ാമത്തെ മെഷീൻ എന്താ ചെയ്യുന്നത്, അത് ജസ്റ്റ് ആപ്പിലൂടെ സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഫെച്ച് ഓൾ ദ ഡാറ്റ. എന്നാൽ നമുക്ക് കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാം. ഞങ്ങളുടെ ഓഫർ സർ 50 ലക്ഷത്തിന് 20%. എന്റെയും ജിമ്മിയുടെ 25 വെച്ചുള്ള ഓഫറാണ് 10%. സാർ 50 ലാഖിന് റിയലി സാർ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ഇക്വിറ്റി സേവ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതുവരെ എത്ര ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പോൾ ഈ 100% നിങ്ങളെ അതെ, മുഴുവനായിട്ടും. അപ്പൊ നിങ്ങളുടെ ഓഫർ ഓക്കെയാണ്. നിങ്ങളിപ്പോൾ ഒരു ഓഫർ നൽകിയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് സർവേയും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കാമെന്നാ. പിന്നെ 2 ടൈറ്റൻസ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശിഷ് സാർ, നമുക്കൊരു മാർക്കറ്റ് സർവേ എടുക്കാം. ഷുവർ. നിങ്ങളുടെ മാർക്കറ്റ് സർവേയിൽ എത്ര വോട്ടാണോ നൽകാൻ ആഗ്രഹിക്കുന്നത്, അത് കുറച്ച് ഇമോഷണലായിട്ട് ഈ പാനിപ്പൂരി മെഷീൻ നോക്കിയിട്ടൊന്നും ചെയ്യണ്ട. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ മെഷീൻസ് ഉണ്ട്. അതും കുറച്ച് വില കൂടിയ മെഷീൻസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. പ്ലീസ് വോട്ട്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. പ്ലീസ് റിസൾട്ട് കാണിക്കൂ.
94%. ടൈറ്റൻസ് രണ്ടാമതൊന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ടൊന്ന് ചിന്തിക്കാനുള്ള സമയമായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ 25 ലക്ഷത്തിന് 10%, ഇദ്ദേഹം 25 ലക്ഷത്തിന് 10%, മൊത്തം 50 ലക്ഷത്തിന് 20%. ഈ ഓപ്ഷനോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ബൻസൽ സാർ താങ്കൾ? ഞാനിപ്പോ തൽക്കാലം ജിമ്മിക്ക് വേണ്ടി ഓർഡർ വിടുകയാണ്. തൽക്കാലം ഈ ഡിസിഷൻ ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ ശൈലി? താങ്ക് യു. ഞാൻ നിങ്ങളുടെ മെഷീൻ എവിടെയൊക്കെ കണ്ടാലും അവിടെ ഒന്ന് പാനിപ്പൂരി കഴിക്കും. ഇറ്റ്സ് നോട്ട് ദ ഏരിയ ഓഫ് മൈ എക്സ്പെർട്ടീസ്, സോ ഐ വുഡ് ലൈക്ക് ടു സിറ്റ് ഔട്ട് ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് കൗണ്ടർ തരാൻ പറ്റുമോ? അതൊരു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ. സാർ ഇപ്പോൾ 50 lakhs ഫോർ 20%. ഇത് മതിയാവില്ല, സോറി ടു സേ. എനിക്ക് ശരിക്കും ഒരു 2 CR ആവശ്യമുണ്ട്. കാരണം എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇതില് വേറെയും കുറെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ ഇതൊരു മാർജിൻ മണി ആക്കിക്കൊണ്ട് ബാങ്കിൽ നിന്ന് ഒരു ടേം ലോൺ എടുക്കാൻ പറ്റുമല്ലോ. ഈ 50 ലക്ഷം യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ഇക്വിറ്റി മണി, മാർജിൻ മണി ആൻഡ് ഗെറ്റ് 1.5 കോടി ഫണ്ട് ബാങ്കിൽ നിന്ന് ലഭിക്കും. ബാങ്ക് എനിക്ക് മെൻറ്റർ തരുന്നില്ലല്ലോ. സാർ ഇദ്ദേഹത്തിന് പൈസ മാത്രമല്ല വേണ്ടത്, നിങ്ങളുടെ മെന്റർഷിപ്പ് കൂടിയാണ് വേണ്ടത്. സാർ ഞാനൊരു ക്രിട്ടിക് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നു US-ൽ. അഷൂർ പ്രിന്റഡ് ഹോംസ് എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് അങ്ങനെ 3D പ്രിന്റിംഗിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വി ക്യാൻ ബ്രിങ് ദോസ് ടൈപ്സ് ഓഫ് തിങ്സ് ഫോർ യു. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ഇപ്പോഴും നിങ്ങളുടെ ആൻസർ നോ എന്നാണെങ്കിൽ വി റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇപ്പോൾ പെർസെന്റേജിന്റെ കാര്യത്തിൽ എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എമൗണ്ടിന്റെ കാര്യത്തിൽ എനിക്ക് 2 CR വേണം. ആശിഷ് സാർ അപ്പോൾ എന്ത് പറയുന്നു? ഞങ്ങളുടെ ടൈറ്റൻസുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറാണോ? സാർ ഇറ്റ്സ് ഡസ് നോട്ട് വർക്ക് ഫോർ മീ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ അപ്രിസിയേഷൻ. വെരി ഹാപ്പി ടു മീറ്റ് യു. Thank you. ഗുഡ് ലക്ക് യു. ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കും ഫിക്സ് ചെയ്തിരുന്നു. പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ നോക്കായിരുന്നു, പക്ഷേ അമൗണ്ടിൽ വിട്ടുവെച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവരുടെ മെൻറ്റർഷിപ്പും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ശരിയായി വരും. പക്ഷേ ഫണ്ടിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പർപ്പസ് അതിപ്പോൾ ഞാൻ ഇവരുടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസിന് അത് മാച്ച് ആവില്ലായിരുന്നു. ഇവരെ ഹാപ്പി ആക്കാനും പറ്റില്ല. ജിമ്മി സാറേ, എന്നാലും അദ്ദേഹത്തിന് കുറച്ചുകൂടി ഓഫർ കൂടുതൽ കൊടുക്കാമായിരുന്നു. കൈ കൊടുക്കാമായിരുന്നു. ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്, അതും വയബിൾ ഗ്യാപ്പ് അല്ല. നമ്മുടെ യങ് ഇന്ത്യയുടെ വിചിത്രമായൊരു പ്രോബ്ലത്തിന് വിശിഷ്ടമായൊരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് വരുന്ന ജെൻസി ഐഡിയ ബാസ് വൻഷ് ആൻഡ് വൈഭവ്. പറഞ്ഞാലേ അതിന്റെ കണക്ക് ചോദിക്കില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഒരു പക്ഷെ അവര് വരികയാണെങ്കിൽ അതൊക്കെ accept പ്രത്യേകിച്ച് എങ്ങനെ ചെയ്യുന്നേ. പറയും, അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ട് ബാലൻസ് മൈനസിലാണ്. ദേ ഇങ്ങോട്ട് നോക്കിയേ. അല്ല, ഇവിടെ വലിയ വലിയ ആൾക്കാരാണല്ലോ ഇരിക്കുന്നത്. പറഞ്ഞേക്ക ടൈറ്റൻസ്, ഞാൻ ബ്രേക്കപ്പ് ആയിട്ട് വരിക. അതും ഇപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ ഒരു ടോപ്പ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പോ ഇവരുടെയൊക്കെ ലൈഫിൽ എന്തായാലും ഉറപ്പായിരിക്കുമല്ലോ. ആരെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായോ? ആ 300-ന്റെ വില കൂടിയ കോഫി. ആ ഒരു കൊച്ചിനെ എന്തുമാത്രം ഇമോഷണലി ഡ്രൈ ആക്കി കളഞ്ഞു അറിയോ? ഇമോഷണലി മാത്രമല്ല, മെന്റലി, അങ്ങനെ എല്ലാ രീതിയിലും. എപ്പോ പോയാലും ചിലപ്പോ ഗിൽ ട്രിപ്പ്, ചിലപ്പോ ബാങ്ക് ട്രിപ്പ്. ഇത്രയും ട്രിപ്പ് ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, എപ്പോ പോയാലും തെറ്റായ പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ മനസ്സിലാവും, 2 തവണ മനസ്സിലാവും, അതും കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്? ഇടയ്ക്കിടയ്ക്കുന്നേ ഡസന്റ് മേക്ക് സെൻസ്. ആൻഡ് അറിയോ, ഹോണസ്റ്റ്ലി പറയാം, ഞാൻ കുറച്ച് നാണമുള്ള കൂട്ടത്തിലാണ്. ഞാൻ അവളുടെ പുറകെ പോയത് വേറൊന്നും കൊണ്ടൊന്നുമല്ല, അവള് കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? അതുപോലെ അവിടുത്തെ ആംബിയൻസും കൊള്ളായിരുന്നു. അവളുടെ കൂടെ ആകുമ്പോൾ ആളുകൾ എന്നെ കുറച്ച് ബഹുമാനിച്ചിരുന്നു. ഈ കാര്യം നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ശരിയാ, എനിക്കത് മനസ്സിലായി. അവളാണെങ്കിൽ ശരിക്കും അവളുടെ പ്ലേലിസ്റ്റ് പോലെ തന്നെ അമിഡാണ്. എന്ത് മിഡ്? ആ, അതെ, മിഡാണ്. അപ്പം തിങ്സ് ആർ ചേഞ്ചിങ് മാൻ. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഐ ഫൗണ്ട് someone else, someone better. എടാ മിടുക്ക, എന്താ പേരെന്നെങ്കിലും ഒന്ന് പറ. It's called coffee. സംഗതി അടിപൊളിയാണല്ലോടാ. ബ്ലൂ ആൻഡ് ബ്യൂട്ടിഫുൾ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ടൈറ്റൻസ് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവൾക്ക് കൂടുതൽ ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും എന്റെ പേര് തെറ്റിച്ച് പറയില്ല, എപ്പോഴും കറക്റ്റായ പേരിലേ വിളിക്കൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് ബുദ്ധിമുട്ടി പോക്കറ്റ് മണി വാങ്ങിച്ചു വെക്കുമല്ലോ, അത് ഒരിക്കലും വേസ്റ്റ് ആവാൻ സമ്മതിക്കില്ല.
പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവൾക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആണ്. ഞങ്ങളുടെ ഡേറ്റ്സ് ഒക്കെ ഒരു 100-150 രൂപയ്ക്ക് തീർന്നു കളയും. ഐ ഓണസ്റ്റ്ലി തിങ്ക് ഞാൻ എനിക്ക് ചേർന്ന എല്ലാ സൽ സ്വഭാവങ്ങളോടും കൂടിയാണ് ഞാൻ ഇവളെ കെട്ടാൻ പോകുന്നത്. ആ പിന്നെ എന്റെ ടോക്സിക്കായ എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, വില കൂടിയ കോഫി, അവളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ എന്നെ TV കാണുന്നുണ്ടാവുന്ന എനിക്കറിയാം. നിനക്ക് കുറെ സ്റ്റോക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് കൂടി നീ ഒന്ന് കേട്ടോ. ഇനി ഓവർ ചാർജ് വാങ്ങിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ, നമ്മൾ എന്തായാലും ഗുഡ് ബൈ. ഗുഡ് ബൈ. സോ ഹായ് ടൈറ്റൻസ്, ഏതാണ്ട് ഇതുപോലെയാണ് 2013 ഞങ്ങളുടെ ബ്രേക്കപ്പ് ഉണ്ടായത്. അതായത് 300-400 രൂപയുള്ള വില പിടിച്ച കോഫിയിൽ നിന്ന്. പിന്നെന്താ, ഒരു 3 ലക്ഷം രൂപയും ഒരു സ്പൂണ് കോൺഫിഡൻസും കൂടി ചേർത്ത് ഒരു പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇന്ന് വരെ എല്ലാ തരത്തിലുള്ള ഗ്രോത്തും ഓർഗാനിക് ആണ്. ഞങ്ങൾ 2 ലക്ഷത്തിലധികം കോഫി സെയിൽ ചെയ്ത് കഴിഞ്ഞു. 1 കോടിയിലധികം റവന്യൂ നേടിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഡൽഹി സർക്കിളിൽ തന്നെ 6 ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടാൻ പോരുന്നോ? ഈ ജെൻസി കോഫി മൂവ്മെന്റിൽ ചേരുന്നോ? ഇതിനെ നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. ആൻഡ് ഫോർ ദാറ്റ് വി ആർ ആസ്കിംഗ് 1.5 CR ഇൻ എക്സ്ചേഞ്ച് ഓഫ് 10% ഓഫ് ഇക്വിറ്റി. താങ്ക് യു. എനിക്ക് തോന്നുന്നത് കോഫിയെ പറ്റി പറഞ്ഞറിയുകയല്ല, കുടിച്ചറിയുകയാണ് വേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാപ്പി കുടിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ടൈറ്റൻസിനൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാപ്പി കുടിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഐഡിയ ബാസിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളുടെ പിച്ച് വളരെ രസകരമായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ കോഫിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതാണ്. നിങ്ങളുടെ കോഫിയിലുള്ള പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഈ ഐഡിയ എങ്ങനെ കിട്ടി? സർ, അതിപ്പോ നമ്മൾ ഐഡിയയെ കുറിച്ചാണ് പറയുന്നെങ്കിലേ, ഇവനും ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാ. തുടക്കം മുതലേ ഞങ്ങൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും തോന്നിയിരുന്നു പൈസ സമ്പാദിക്കണം, ബാക്കിയൊക്കെ ഡിഫറൻസ് ആയിരുന്നു. അപ്പോ തുടക്കം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ചില ബിസിനസ് ഒക്കെ ചെയ്തു നോക്കി. ഞാൻ മൊബൈൽ ആക്സസറീസ് വിൽക്കുമായിരുന്നു, ഇവൻ ഡിസൈൻ വർക്ക് ചെയ്യായിരുന്നു, അങ്ങനെ കുറെ ഏജൻസികളൊക്കെ നടത്തി നോക്കി. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആക്ച്വലി ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലൊക്കെ വെച്ചായിരിക്കും, പ്രത്യേകിച്ച് ഓഫീസൊന്നുമില്ല. ചിലപ്പോൾ വില കൂടിയ കഫേസിലൊക്കെ പോയിട്ടായിരിക്കും ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നത്. ഒരു പ്രത്യേക സമയത്തിന് ശേഷം പൈസയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം റിയലൈസ് ആയി. അതായത് എന്തായാലും നമ്മൾ 300-400 ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഈ പൈസ തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര കോഫി അഡിക്റ്റ് ആയി മാറിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇൻസ്റ്റന്റ് കോഫിയും വീട്ടിലെ കോഫിയും തമ്മിൽ യാതൊരു വ്യത്യാസം തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിന്തിച്ചു, അല്ല എന്താ ഈ കോഫിക്ക് വില കൂടുതൽ? ഞങ്ങൾ എന്തിനാ ഒരു കപ്പ് കോഫിക്ക് വേണ്ടി 300-400 ഒക്കെ എന്തിനാ വെറുതെ ചെലവാക്കുന്നത്? അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇത് കോഫിയുടെ വില മാത്രമല്ല, ഇത് ആ കോഫി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിനുള്ള വിലയാണിത്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കോഫിക്ക് എക്സ്ട്രാ വിലയൊന്നും വെക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഐഡിയ ആണത്. കസ്റ്റമറിന് കോഫി മാത്രം ചാർജ് ചെയ്യണം, അല്ലാതെ ആംബിയൻസ് ചാർജ് ചെയ്യാത്ത രീതിയിൽ ഒരു സർവീസ് ഉണ്ടാക്കില്ലെന്നു തോന്നി. അപ്പോ എനിക്ക് ആദ്യം അറിയേണ്ടത് ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ് വരുന്നത്? അതുപോലെ നിങ്ങളുടെ പെർ ഔട്ട്ലെറ്റിൽ റവന്യൂ എത്ര വരുന്നുണ്ട്? അതുപോലെ നിങ്ങളുടെ പെർ ഔട്ട്ലെറ്റിൽ മാർജിൻ എത്രയാണ്? ഞങ്ങളുടെ ബിസിനസ് മോഡൽ കുറച്ച് ഹൈബ്രിഡ് ആണ്. വി ഐദർ ഓപ്പൺ കിയോസ് ഓർ എ QSR. നമുക്കൊരു 100 മുതൽ 200 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവിടെ വേണ്ടി വരുന്നത്. പിന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് അത് വേരിയസ് ആണ്. ഇപ്പൊ നമ്മൾ QSR തുറക്കുന്നെങ്കിൽ വേരിയസ് ഫ്രം 3-4 lakhs. ഓൺ ദ അപ്പർ ഹാൻഡ് നമ്മൾ കുറച്ചുകൂടി നല്ലൊരു QSR ആണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ റെന്റും ബാക്കിയുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ കോസ്റ്റ് ഏകദേശം 7 ലക്ഷം രൂപ വരുന്നുണ്ട്. സർ, റവന്യൂ ഓൺ ആൻ ആവറേജ് ഇപ്പൊ മന്ത്ലി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് 8 മുതൽ 10 ലക്ഷം വരെയാണ്. പെർ ഔട്ട്ലെറ്റ് ആണോ അതോ? നോ ഓവറോൾ സർ. അപ്പൊ ചില ഔട്ട്ലെറ്റ് 3-3.5 ലക്ഷം വരെ ചെയ്യുന്നുണ്ട്, ചിലത് 1.5 ലക്ഷം വരെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഞങ്ങൾക്ക് 1.7 lakhs അടുത്തൊക്കെ ആയിട്ട് റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 100%-ല് 45% ഇസ് ആർ ഡയറക്ട് കോക്സ്. ഇപ്പൊ നിങ്ങൾ കുടിക്കുന്ന കാപ്പിയുടെ നിങ്ങളുടെ പ്രോഡക്റ്റ് കയ്യിൽ വരാൻ പോകുന്നതിന്റെ 45% അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് 30% ഗോസ് ഇൻ ടു അവർ ഡയറക്ട് കോസ്റ്റ്. അത് ഈ സാലറീസ്, റെന്റൽ എക്സെട്രയാണ്. 12-13% ഞങ്ങളുടെ കമ്പനി എക്സ്പെൻസസ്, മിസ്ലേനിയസ് എക്സ്പെൻസസ് അങ്ങനെയുള്ളതൊക്കെയാണ്. അതിൽ ഞങ്ങളുടെ ലോജിസ്റ്റിക്സും മറ്റ് എക്സ്പെൻസസ് ഒക്കെ വരുന്നുണ്ട്. ബാക്കി വരുന്ന 12-13% ഞങ്ങൾക്കായിട്ടുള്ളത്. സാർ, നിങ്ങളുടെ ഈ കോഫിക്ക് പെർ കപ്പ് എത്രയാണ്? സാർ, ഞങ്ങളുടെ കോഫി മെനു സ്റ്റാർട്ട് ചെയ്യുന്നത് 49 റുപ്പീസ് എന്നാണ്, മാക്സിമം 139 റുപ്പീസ് വരെ. പക്ഷെ ആൾക്കാർ കാപ്പി കുടിക്കാൻ പോകുമ്പോ ഈ എൻവിറോൺമെന്റ് ഉണ്ടല്ലോ, അതൊരു വിഷയം തന്നെയല്ലേ? എവിടെ നിന്നാണ് കുടിക്കുന്നത്, ഏത് ടൈപ്പിലുള്ള കപ്പിലാണ് കുടിക്കുന്നത്, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് തരാൻ പറ്റുക? ഐ തിങ്ക് ഈ എക്സ്പീരിയൻസ് ഇരിക്കുന്നത് കൊണ്ട് മാത്രമായില്ല. ഞങ്ങളുടെ ടൈപ്പിലെ ആളുകൾ, അതായത് കോളേജ് സ്റ്റുഡൻസ്, അവർക്കൊന്നും സമയം ഉണ്ടാവാറില്ല. അവരിങ്ങനെ അടുത്തടുത്ത് വർക്ക് നോക്കി ഓടുന്നവരാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റോറുണ്ട്, അതായത് വിശ്വവിദ്യാലയ മെട്രോ സ്റ്റേഷൻ ഇൻ ഡൽഹി. അവിടുത്തെ കുട്ടികൾ മെട്രോയിലാണ് കോളേജ് പോകുന്നത്. സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നു, എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോർ. അപ്പോൾ അവർ കോഫി കൊണ്ടാണ് കോളേജിലേക്ക് പോകുന്നത്.
അതിപ്പോ ശരിയാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ ജഡ്ജസ് ആണ്, നിങ്ങളുടെ ജൻസി അല്ല. ചിലപ്പോൾ ഇക്കാലത്തെ ട്രെൻഡ് നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കാം. ഗേൾഫ്രണ്ടിനെ സ്റ്റേഷന്റെ പുറത്ത് വെച്ച് കാപ്പി കുടിപ്പിക്കുന്നതാവാം, ഐ നമുക്കറിയില്ലല്ലോ. എം നോട്ട് ഔട്ട് ഓഫ് ദാറ്റ് അറ്റ് ഓൾ. നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇതിന്റെ ഔട്ട് ഓഫ് ടച്ച് ആണ്. എനിക്ക് തോന്നിയ ട്രെൻഡ് ഇങ്ങനെയാണെന്നാണ്. ഓക്കെ, അപ്പോ എന്റെ ആദ്യത്തെ റിയാക്ഷൻ, നിങ്ങളുടെ പിച്ച് ഹാസ് ബീൻ ഓൺലി അറൌണ്ട് പ്രൈസ് ഓർ പ്രൈസ്. ദി പ്രൈസ് കനോട്ട് ബി ഓൺലി ഡിഫറൻഷിയേറ്റർ ഇൻ യുവർ പ്രോഡക്റ്റ്. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ രണ്ടുപേരും വരുന്നത് നോൺ കോഫി ബ്രൂവിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. There is a science to brewing coffee. So what is the differentiating factor? ഞങ്ങളുടെ മെയിൻ ഡിഫറൻഷിയേറ്റ് ആക്സസിബിലിറ്റി ആണ്. കോഫിയുമായി ബന്ധപ്പെട്ട ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എത്രമാത്രം സീരിയസ് ആക്കുന്നോ അത്രയും കാലം നമുക്ക് ഇതിനെ നമ്പർ 1 ആക്കാൻ പറ്റില്ല. അപ്പൊ ആ എൻവയോൺമെന്റ് നമ്മൾ സീരിയസ്ലി ഫണ്ണിലേക്ക് സ്വിച്ച് ചെയ്തു. പിന്നെ സാറ് പറഞ്ഞല്ലോ ഞങ്ങളൊരു അൺഎക്സ്പീരിയൻസ്ഡ് ബാക്ക്ഗ്രൗണ്ട് എന്നാ വരുന്നതെന്ന്. പക്ഷേ സാറിന് ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, റോസ്റ്റ് മുതൽ ബ്രൂവിംഗ് വരെയുള്ളത്. ഐ ക്യാൻ ആൻസർ എവറിത്തിങ്. ഞാൻ കള്ളം പറയില്ല. ഇപ്പൊ തന്നെ ഞാൻ 2 വർഷമായിട്ട് ഇതിന്റെ പുറകിൽ തന്നെയാണ്. പിന്നെ ഇതൊരു സയൻസ് മാത്രമല്ല സാർ, ഒരു ആർട്ട് കൂടെയാണ്. എന്നാൽ ആദ്യം ഒരു കോഫി തരൂ. സാർ നിങ്ങളുടെ കോഫി ഇതാ വരുന്നുണ്ട്. I've got this cup as a hot girl elaichi. Thank you, I like that. ഈ ഒരു ഐഡിയ ജെൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. അവരുടെ തിങ്കിങ്ങിലും അവരുടെ ഇൻസ്റ്റാഗ്രാമബിൾ ലൈഫിലും ഒക്കെ ഉള്ളത്. പ്രൈസ് പോയിന്റ് മാത്രമല്ല, ഐ തിങ്ക് ദർ ഇസ് സം അതർ പോയിന്റ്സ് ഓൾസോ. മാത്രമല്ല മാഡം, ഇപ്പൊ തന്നെ നോക്കൂ, ആദ്യം ലുക്ക് കൊണ്ടും പിന്നെ സിപ്പ് കൊണ്ടും ചെറിയ ചേഞ്ചസ് ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ കപ്പിൽ എന്താ എഴുതിയിരിക്കുന്നത്? ക്യൂട്ടി കോഫി. എന്താ ഈ എഴുതി വെച്ചിരിക്കുന്നെന്നാ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഹാഷ്ടാഗ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കപ്പിൽ എന്താ എഴുതിയിരിക്കുന്നത്? എനിക്കും ഹോട്ട് ഗേളാ കിട്ടിയത്, ബട്ട് വിതൗട്ട് ഗേൾ. That is selected for you. Yeah. Correct selection ആയിരുന്നു. സാർ, ഇത് ജെൻസിയുടെ ലാംഗ്വേജ് ആണ്. ഇതിനെപ്പറ്റി നമ്മൾ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. Let's go to the market with this question. ഓഡിയൻസ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വോട്ടിംഗ് പാഡ്സ് ഉണ്ട്. നിങ്ങളുടെ വോട്ടിംഗ് പാഡ്സിലൂടെ ഇവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഞങ്ങളെ അറിയിക്കും. audience are saying that they are interested in this product. അപ്പോൾ ടൈറ്റൻസ് പറയൂ, നിങ്ങൾ കൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യുവർ ഫോക്കസ്, അതായത് ഈ കറണ്ടും ബിസിനസ് മോഡലുമായിട്ടുള്ള ഫോക്കസ്. ഐ ഡോണ്ട് ഫീൽ ബെസ്റ്റ് ക്വാളിറ്റി ബീൻസ്, ബെസ്റ്റ് ക്വാളിറ്റി സർവീസ്, ബെസ്റ്റ് ക്വാളിറ്റി കിയോസ്, ഗുഡ് ഗ്രാഫിക്സ്, ഗുഡ് സൈനേജ്, ഗുഡ് കപ്സ് ആൻഡ് ദ കോസ്റ്റ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ഹാൻഡ് ഇൻ കെയർ. ഈ 2 കാര്യങ്ങളും എന്തായാലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഔട്ട് ആവുന്നു. ഇവരിപ്പോ പറഞ്ഞതനുസരിച്ച് 2-3 ലക്ഷം രൂപയ്ക്കാണ് ഔട്ട്ലെറ്റ് ഉണ്ടായതായി പറയുന്നത്. പിന്നെ ഈ ഡൽഹി പോലുള്ള സിറ്റിക്കകത്ത് ഇവർ ഓവറോൾ സെയിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നല്ല പ്രൈസ് പോയിന്റ് ആണെങ്കിൽ എന്റെ ഉദ്ദേശത്തിൽ കൂടുകയാണ് വേണ്ടത്. പക്ഷേ സെയിൽ കുറച്ച് വരുന്നത് കൊണ്ടും നല്ല കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടും അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത്ര സുഖകരമല്ല. അതുകൊണ്ട് ഞാൻ മാറുകയാണ്. Even though I truly praise you guys, നിങ്ങൾ വളരെ നന്നായി പ്രസന്റ് ചെയ്തു. ഓർ ഐ ഹോപ്പ് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യും, നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണും. അതുപോലെ hopefully we will meet again. തീർച്ചയായും സാർ. I'm താങ്ക് out. യു. ഐ തിങ്ക് നിങ്ങൾക്ക് ഫണ്ടിംഗ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഒരു വിധത്തിൽ ഞങ്ങളുടെ എല്ലാം അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് അടുത്ത കോഫി നിങ്ങൾ ഏത് രീതിയിലാണ് ഒരു പ്രത്യേക സ്റ്റൈൽ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്, ഫോക്കസ് എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. Wish you boys good luck. താങ്ക് യു താങ്ക് യു സോ മച്ച് സർ. ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ ഐഡിയ ബസിന്റെ വേദിയിലേക്ക് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയില്ല, പക്ഷേ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വന്നിരിക്കുന്ന ടൈറ്റൻസിന് അവരുടെ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കമൻസ് ഞങ്ങൾക്ക് വളരെ വാല്യുബിളായ ഇൻസ്ട്രക്ഷനാണ്. ഇനി ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആർക്കാണ് ചോദ്യം ചോദിക്കേണ്ടത്? എന്റെ പേര് ഗഷാൻ അൽക്കാന. ഞാൻ എല്ലാ ടൈറ്റൻസിനോടുമായിട്ടാ ചോദിക്കുന്നത്. യങ് ആന്റർപ്രണേഴ്സിന് ഫണ്ടിങ് ഒരു വലിയ ഹേർഡൽ ആണോ അതോ വേറെ വല്ലതും ആണോ? ശൈലി മാഡം പറഞ്ഞോളൂ. ഞാൻ ചെറുപ്പക്കാരിയാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ഓക്കെ, എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഈ ആന്റർപ്രണേഴ്സ് ചില മിസ്റ്റേക്ക് ചെയ്യാറുണ്ടെന്ന്. അവരെപ്പോഴും ആദ്യം ഫണ്ടിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കാറ്. അതിനെക്കുറിച്ച് ഓർത്ത് തലപ്പുകയും കൂടുതൽ ചിന്തിക്കും. ഐഡിയയെ കുറിച്ചുള്ള ചിന്ത കുറവായിരിക്കും. നിങ്ങളുടെ ഐഡിയ നല്ലതാണെങ്കിൽ തീർച്ചയായും ഫണ്ടിങ് പുറകെ വന്നോളും.
മഡോദയിൽ നിന്ന് വരുന്ന ഒരു എഞ്ചിനീയറിന്റെയും ആർട്ടിസ്റ്റിന്റെയും ജോഡി അവരുടെ ലോകത്ത് കഥകൾ എഴുതപ്പെടുകയോ വായിക്കപ്പെടുകയോ അല്ല ചെയ്യുന്നത്, ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഗംഭീര ഐഡിയ എന്താണ്? വരൂ, കൃഷ്ണയോടും ഭൗതികനോടും ചോദിക്കാം. നമസ്കാരം ടൈറ്റൻസ്. എന്റെ പേര് കൃഷ്ണ സത്പുര. ഇദ്ദേഹം എന്റെ ഹസ്ബൻഡാണ്, ഭൗതിക് സത്പുര. നമസ്കാരം. ടൈറ്റൻസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് കുട്ടിക്കാലത്തെ പറ്റിയാ. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരായിരിക്കും. അന്ന് മുത്തശ്ശിമാരുടെ മടിയിലിരുന്ന് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിരുന്ന കാലം. കൊരങ്ങനും പിന്നെ മുതലയും സിംഹവും കുറുക്കനും ഇവരെ പറ്റിയുള്ള കഥകളെല്ലാം കേട്ട് നമുക്ക് നല്ലൊരു സംസ്കാരം കിട്ടിയിരുന്നു. ചിലപ്പോ വല്ലാതെ ചിരി വരുമായിരുന്നു, എന്നാ ചിലപ്പോ കണ്ണു തുറിച്ചു പോകുമായിരുന്നു. ഈ കഥകളുടെ ചിലന്തി വലയ്ക്കകത്തുപെട്ട് എന്തായാലും നന്നായി ഉറങ്ങുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടിക്കാലോ വളരെ വ്യത്യസ്തമാ. സ്ക്രീൻസും ഗാഡ്ജറ്റ്സിന്റെയും കാലഘട്ടത്തിലാണ് ഇന്ന് കുട്ടികളുടെ രാവും പകലും കുഴിഞ്ഞു വീഴുന്നത്. ഈ മാൻ, ആ മാൻ, അങ്ങനെ എല്ലാ സൂപ്പർ ഹീറോസും ഗംഭീരം. പക്ഷെ ഇവരുടെയൊക്കെ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് കഥകൾ എന്നുള്ള നമ്മുടെ സംസ്കാരമാണ്. ഇവരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ ടൈറ്റൻസ്. അവര് പാവം എന്ത് ചെയ്യും? കൊരങ്ങൻ മുതലയെ പറ്റിച്ച കഥ, അതുപോലെ ആമ മുയലിനെ പറ്റിച്ച കഥയും അവർക്കെങ്ങനെ അറിയും? കഥ വായിച്ചിട്ട് തന്നെ ഇല്ലെങ്കിൽ പിന്നെ അവർ നല്ല കഥയും ചീത്ത കഥയും എങ്ങനെ കണ്ടുപിടിക്കാന്? അതുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിച്ചത് സ്റ്റോറി ടെയിലർ. ബൈ ബൈ, സീ യു. ഇവിടെ കുട്ടികൾ ആ പുതിയ സ്റ്റൈലിഷ് ഡ്രസ്സൊന്നും ഇടുന്നില്ല, മറിച്ച് കഥകളൊക്കെ ആ പുതിയ രീതിയിൽ കേൾക്കുകയാണ് ചെയ്യുന്നത്. കാരണം ടൈറ്റൻസ്, ഞങ്ങള് ഞങ്ങളുടെ ഈ ഡ്രസ്സുകളില് വെറും ഡിസൈൻസ് മാത്രമല്ല, സംസ്കാരം കൂടെ തുന്നി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിഷൻ ഇതാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ മുത്തശ്ശിമാരുടെ കൂടെ ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വളർന്നു വലുതായത്, എങ്ങനെയാണോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം കഥകൾ നിറഞ്ഞു നിന്നത്. ഗുജറാത്തി വീടുകളിൽ തവളയെ പോലെ കരയുന്നു എന്ന് പറയാറില്ലേ? When anybody is very talkative, our granny used to say, നീ തവളയെ പോലെ കരയുന്നല്ലോ എന്ന്. And when anybody is over proud, അതിനും അവർ ഒരു ഉദാഹരണം പറയാറുണ്ട്. Oh, that way stories have always been part of our moral upbringing. പക്ഷെ ഇന്ന് എന്താ നടക്കുന്നത്? ഇത് വളരെ ഫാസ്റ്റ് ആയ കാലഘട്ടമാണ്. പാരന്റ്സ് രണ്ടുപേർക്കും ജോലിയുണ്ട്, ന്യൂക്ലിയർ ഫാമിലീസ് ആണ് വളർന്നു വരുന്നത്. അതിലും ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ക്രീൻ ടൈം. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഇമാജിനേഷൻ, ഇൻട്രസ്റ്റ് ലെവൽ എല്ലാം വളരെ കുറഞ്ഞു വരിക. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് തുണികളും സ്റ്റോറീസും തമ്മിലുള്ള കോമ്പിനേഷനിലൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ? ഇതിനോടൊപ്പം നമ്മൾ തുണികൾ മാത്രമല്ല വിൽക്കുന്നത്, ഒപ്പം ഒരു ഓവറോൾ എക്സ്പീരിയൻസ് കൂടിയാണ് വിൽക്കുന്നത്. നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടാവല്ലോ, ഇതൊരു റീസൈക്കിൾ ബോക്സ് ആണ്. ഇത് ബേസിക്കലി ഒരു പിസ്സ ബോക്സ് ആണ്. പക്ഷെ ഇതിന്റെ പുറകുവശം ഒരു മാസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. ലൈക്ക് ദിസ്. യാ, these are the origami rabbit and tortoise which can be made from this bill. അതുപോലെ എല്ലാ ഡ്രസ്സുകളിലും ഏതെങ്കിലും ഒരു പഞ്ചതന്ത്രം സ്റ്റോറി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു ടാഗ് ഉണ്ടാവും, അതിലായിരിക്കും ഈ സ്റ്റോറി പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൂടെ ഒരു ഫ്ലിപ്പ് ബുക്കും ഉണ്ടായിരിക്കും, അത് ആ സ്റ്റോറീസിനെ ആനിമേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോ പല രീതിയിലും നമ്മൾ അവരെ ആ കഥയുടെ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒരു സീറോ വേസ്റ്റ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ തുണികളെ എത്ര ബാക്കി വരികയാണെങ്കിലും ബറോഡയുടെ പരിസരത്തുള്ള റൂറൽ സ്ത്രീകളുമായിട്ട് ചേർന്ന് ഇത്തരം ഹാൻഡ് മെയ്ഡ് പ്ലസ് ടോയ്സും ഉണ്ടാക്കും. അപ്പോ ടൈറ്റൻസ്, ഇതാണ് ഞങ്ങളുടെ ഐഡിയ. വെരി വെരി നൈസ്. താങ്ക് യു മാഡം. മിനി സ്ക്രീൻ മുകളിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ ആ ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഗോട്ട് എ ടച്ച് ഓഫ് ഗ്ലാസ്. അതിലൊരു യുണീക്നെസ് ഉണ്ട്. പിന്നെ നിങ്ങളൊരു ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞു, ബട്ട് ദിസ് ഈസ് എ വെരി വെരി ഗ്ലോബൽ വേ ഓഫ് പ്രസന്റിങ്. ഇപ്പോഴും ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ഈ പർപ്പസ് ബിഹൈൻഡ് ദ ബ്രാൻഡ് മനസ്സിലായില്ലെങ്കിൽ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലും കുറെ കാര്യങ്ങൾ മനസ്സിലാവില്ല. മെയിൻലി ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്താണ്? എന്തു പറയാനാ, ഇപ്പോ കുട്ടികൾക്ക് പരസ്പരം തിരിച്ചറിയുന്ന പോലുമില്ല. അപ്പൊ അവരുടെ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും തുടങ്ങുക? എടാ, നിന്റെ ഡ്രസ്സില് റാബിറ്റ് ആണല്ലോ, ആ നിന്റെ ഡ്രസ്സില് ആടാണല്ലോ, എന്താ ഇത്?
ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ദാ കണ്ടോ, ഞാൻ ഈ സ്റ്റോറിയിലെ ഡ്രസ്സായിട്ടിരിക്കുന്നത്. അപ്പൊ അവര് പോലും അറിയാതെ അവര് പോകുന്നത് സ്റ്റോറീസിലേക്കാണ്. ഐ വാണ്ട് ടു ആസ്ക് യു, നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? 3 വർഷമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ സത്യം പറഞ്ഞ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? എല്ലാ ഭാര്യമാർക്കും ഒരു പ്രോബ്ലം അല്ല, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരിക്കും എന്ന് അല്ല, പറയാലോ. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തെറ്റാണ്. Wife is always right. അത് ശരിയാണ് സർ. പക്ഷേ Happy wife, happy life. എല്ലാ വൈഫുകളും പറയും എനിക്ക് സമയം തരുന്നില്ലെന്ന്. ഞങ്ങൾ പക്ഷേ 24 മണിക്കൂർ ഒന്നിച്ചല്ലേ ഓഫീസിലുള്ളത്. See, തീർച്ചയായും ഫെമിനിസ്റ്റ് ആണ്. അവർക്ക് നിങ്ങൾ സമയം കൊടുത്തേ അത് തീരൂ. ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ മാഡം. No, അതുകൊണ്ടല്ലേ his way of saying is എല്ലാ ഭാര്യമാരുടെയും കംപ്ലൈന്റ് ആണ് ടൈം കൊടുക്കുന്നില്ലെന്ന്. ഞാൻ മറിച്ചാണ് പറയുന്നത്, കുറച്ച് സമയം മാറി നിൽക്കാം. That's what I was trying to say. നിങ്ങളുടെ ഈ വർക്ക് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ എത്ര പൈസയാണ് ഇട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് എത്രയാണ്? അതിനെ കുറിച്ച് പറയാൻ അതെ, പറ്റുമോ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. I'm the 75% owner Wow. and 25% owned by him. എന്തിനാണ് ഈ ഡിസ്ക്രിമിനേഷൻ? ഇദ്ദേഹം മെയിൻ ആയിട്ടും എനിക്ക് ഡിസൈൻ, മാർക്കറ്റിംഗ് സപ്പോർട്ടാ തരുന്നത്. ഫിനാൻസിങ്, ഓപ്പറേറ്റിംഗ് ഇത് എല്ലാം ഞാനാ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും. അപ്പോ പൈസ എത്തുന്നതാരാണോ അവർക്കായിരിക്കുമല്ലോ കൂടുതൽ ഷെയർ. എന്റെ ലക്ഷ്മി ഇവളല്ലേ? സ്പ്ലിറ്റ് ഈസ് ഫൈൻ. നിങ്ങൾ ശരിക്കും ഇന്ത്യൻ സൂപ്പർ ഹീറോസ്, ഇന്ത്യൻ ഫോക്ലോർസ്, ഇന്ത്യൻ കൾച്ചറിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പൊ പാരന്റ്സിനുള്ള അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടോ? Yes, sir. വലിയ നിലയിൽ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. വളരെ വലിയ മാറ്റം അതെ, sir. ഉണ്ടായിട്ടുണ്ട്. പിന്നെന്തൊരു കാര്യം എന്നറിയോ, ചില പാരന്റ്സിന്റെ കാര്യം എടുത്താൽ ഇഫ് ദേ ആർ വെരി ബിസി ഇൻ ടുഡേസ് ലൈഫ് ദേ ഹാവ് ദാറ്റ് ഗിൽറ്റ് ഓൾസോ. റൈറ്റ്. അതായത് നമ്മള് കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ആ കഥകളൊക്കെ നമ്മള് കേട്ട് വളർന്ന കഥകള് എന്റെ മോന് കേൾക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഡേ കെയറിൽ അതെങ്ങനെ കിട്ടാനാ? അപ്പൊ ആ എഫെക്ഷൻ എങ്ങനെ വരാനാ? ആ മോറൽ ബിൽഡിംഗ് എവിടുന്ന് കിട്ടും? ശരി, എങ്കിൽ പിന്നെ നിങ്ങളുടെ ആ ബോക്സ് ഞാൻ എടുക്കാം. അപ്പൊ പിന്നെ ഞാനും അറ്റ്ലീസ്റ്റ് ടൈം കണ്ടെത്തി ഈ ഫ്ലിപ്പ് ബുക്ക് വഴിയെങ്കിലും ഈ കഥകളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കി കൊടുക്കാലോ. ഇതുവരെ എത്ര ടേൺ ഓവർ ആയിട്ടുണ്ട്? സർ, ഞങ്ങൾക്ക് ഇതുവരെ ടിൽ ഡേറ്റ് 55+ റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്. 3 വർഷത്തിലോ? യെസ് സർ. അപ്പൊ ഈ വർഷം ഇതുവരെ എത്രയായി? സർ, ഈ വർഷം റവന്യൂ 9 lakhs സംതിങ്. 9 അല്ലേ? അപ്പൊ നിങ്ങൾ ഈ വിൽക്കുന്ന രീതി ഏതാണ്? ഏത് ചാനലാണ് യൂസ് ചെയ്യുന്നത്? ബേസിക്കലി റൈറ്റ് നൗ വി ആർ സെല്ലിംഗ് ഓൺലി ത്രൂ ഓൺലൈൻ ആൻഡ് എക്സിബിഷൻ പോപ്പ് ബോക്സ്. ഓക്കെ. പിന്നെ നമ്മൾ അതിൽ നമ്മുടെ വെബ്സൈറ്റ്, പിന്നെ ചില മാർക്കറ്റ് പ്ലേസസ് ലൈക്ക് ഫസ്റ്റ് ക്രൈ, മിന്ത്ര ഇതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോ എക്സിബിഷന്റെ പെർസെന്റ് ഓഫ് സെയിൽ എത്രയാണ്? ഓൺലൈനിൽ എത്രയാണ്? Okay, if we do the split, the website is around 60%, 20% is to marketplaces and 20% is to exhibition. നിങ്ങളുടെ ഈ പ്രൈസ് പോയിന്റ്സിനെ പറ്റി പറയൂ. നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ വില വരുന്നത് 699 ആണ്. പിന്നെ എത്നിക് വെയർസ് 8 ഇയേഴ്സിന്റെ ഹയസ്റ്റ് 2200 ആണ്. Which is very compatible. Which is very competitive for the That's quality right. of fabric we offer, for the experiential package we offer. നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി എന്താണ്? സർ, ഇപ്പോൾ ഞങ്ങള് വി ആർ നോട്ട് റീച്ച്ഡ് ബ്രേക്ക് ഈവൻ. കഴിഞ്ഞ വർഷം ഞങ്ങള് അബൌട്ട് ടു റീച്ച് ബ്രേക്ക് ഈവൻ. പക്ഷെ അപ്പോൾ ഞങ്ങളുടെ ഡിജിറ്റൽ ഏജൻസി ഒന്ന് ചേഞ്ച് ചെയ്തു. Because we fall into the false marketing policy of some marketing agents and they said നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ ഞങ്ങൾ 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരും. അത് കേട്ട് സ്വാർത്ഥരായി പോയി. അതുകൊണ്ട് കൂടി ഞങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. വി ആർ നോട്ട് പ്രോഫിറ്റബിൾ. നിങ്ങളുടെ ആസ്ക് എത്രയാണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എക്സ്പെർട്ടൈസിന്റെ കൂടെ ഉണ്ടാവണമെന്നാണ്. അങ്ങനെ ഈ ബ്രാൻഡിനെ വളരെ മുന്നിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് 75 lakhs rupees ആണ്, വിത്ത് എ കൺവേർട്ടബിൾ നോട്ട് അറ്റ് 20% ഡിസ്കൗണ്ട് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന 75 lakhs എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്? സർ, അത് വെച്ച് ഞങ്ങൾക്ക് അടുത്ത വർഷത്തെ ഇൻവെന്ററി ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പോകാനുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ടീമേ ഉള്ളൂ. സോ ഐ വോണ്ട് ടു ഡു ടീം എക്സ്പാൻഷൻ ആസ് വെൽ. 25 lakhsന്റെ ഓഫർ തരാം എന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ. But will we use compulsory only for digital marketing? ഓക്കെ. Conversion at the future deal at the pre-decided reel. ഓക്കെ. All the best. I am not going to invest, but I like the concept. താങ്ക് യു. Thank you, sir. Thank you. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ഒരു ടൈറ്റൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈറ്റൻ നോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടൈറ്റൻസിന്റെ മനസ്സറിയുന്നതിന് മുന്നേ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. തീർച്ചയായും. അപ്പോൾ ഓഡിയൻസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Thank you so much.
നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. സന്ദേശ് സാർ, ഇപ്പോ ആളുകൾ ഇത്രയും വലിയൊരു അഭിപ്രായം പറഞ്ഞല്ലോ, അപ്പോ നിങ്ങളുടെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ? ആദ്യം ഞാൻ അവർ പറയുന്നത് മനസ്സിലാക്കുന്നു, എന്നാ പിന്നെ ഈ വേദി മെന്റർഷിപ്പിന്റെയും അതുപോലെ ഐഡിയ തരുന്നതുമായതുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാൻ ഉദ്ദേശിക്കുകയാണ്. മാസത്തിൽ 2 ദിവസം ഈ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം വരികയാണെന്നിരിക്കട്ടെ. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനൊരു 5% ഇക്വിറ്റി പ്രതീക്ഷിക്കുകയാണെന്ന് വെക്കട്ടെ. വിതൗട്ട് ഇൻവെസ്റ്റിംഗ് മണി, ഇൻവെസ്റ്റിംഗ് ടൈം വിത്ത് യു ടു ബിൽഡ് ദിസ് ബിസിനസ്. നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ? ഇത് വളരെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ്. എന്തായാലും ഞങ്ങളത് ആലോചിച്ചിട്ട് പറയാം സാർ. അത് കൊള്ളാം. നിങ്ങളുടെ ഗൂഗിളെ അവർ നന്നായി ഡിഫെൻഡ് ചെയ്തു. അതൊരു നല്ല ഉഗ്രം ഗൂഗിളായിരുന്നു സാർ. ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് നമ്മുടെ വിമൻ കമ്മ്യൂണിറ്റി എത്രമാത്രം വലുതാണോ Thank you. അത് ഏത് വിധത്തിലായാലും ശരി, ശരിക്കും അത് നിങ്ങളുടെ പബ്ലിസിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലായാലും അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും, ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് ആസ് മൈ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, I don't want 5%. I am happy with 2% of equity, but I would like to offer a very organic part which includes membership and access to my community. But I leave you to think about it. Okay, so right now we have 3 offers. അതെ, നിങ്ങൾക്ക് മുന്നിൽ 3 ഓഫറുകളുണ്ട്. ഈ ഓഫറുകളെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ലോഞ്ചിലേക്ക് പോകാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കൂ. നിങ്ങളിവിടെ ഏത് ടൈറ്റിന്റെ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ 3 പേരുടെയും കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാർ, എന്നെ മറക്കരുത് കേട്ടോ. ഞാൻ ഇവർക്ക് ഒരു ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാ. സാർ ഗെയിമിലേക്ക് തിരിച്ചു വന്നല്ലോ അല്ലേ? ഞാൻ ഗെയിമിലേക്ക് തിരിച്ചു വന്ന് വേറൊന്നും കൊണ്ടല്ല. ജിമ്മി സാറിന് നിങ്ങൾ എന്ത് വാല്യുവേഷനാണ് കൊടുക്കുന്നത്, അതിന്റെ ബേസിൽ ഞാനൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ ഞാനും ഒരു ഇരട്ടി മധുരം സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ശരി, പറയൂ സർ. ഇവിടെ നിങ്ങൾക്ക് പണം മേജർലി ഇൻവെന്ററിക്ക് വേണ്ടിയാണല്ലോ വേണ്ടത്. അതാണല്ലോ ഒരു ബെറ്റർ ടൂൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എപ്പോഴും 10-12% കിട്ടുന്നത്. ഞാൻ 8% നിങ്ങൾക്ക് 50 lakh rupees ലോണായിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന. വേറെ സജഷൻസ് ഒന്നും പറയുന്നില്ല. ബിസിനസ് പ്രോഫിറ്റബിൾ ആവുന്ന സമയത്ത് അത് വേണമെങ്കിൽ ഞാൻ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം അറ്റ് ദി വാല്യൂഷൻ ഓഫ് ദാറ്റ് ടൈം. ഇതും നല്ലൊരു ഓഫർ തന്നെയാണ്. That also is good, a very good offer. So you guys can please go to the business launch. Yes. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം എടുക്കാം. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന പിക്ചേഴ്സ് ആണ്. കുട്ടികൾക്ക് ഉണ്ടാക്കിയതാണ്. തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഈ പാക്കേജിനകത്ത് Yeah, നല്ല nice. കോൺസെപ്റ്റ് ആണ്. പിന്നെ ഈ ഏജിലുള്ള പാരന്റ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതാണ് വേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇത്രയ്ക്കും തരാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്റെ ഓഫർ. സോ വി വിൽ സേ സോറി ടു ദിസ് and we will ask to join together, and better if these 3 come together, but then they will ask for equity. ഓ, കാൽക്കുലേറ്ററിന്റെ ഒക്കെ ആവശ്യം വന്നോ? അവൾ എപ്പോഴും അപ്പോ നമുക്ക് ഈ എഞ്ചിനീയർ ആൻഡ് ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. First of all, thank you all for being on board with us. This is more than what we expected and we needed. We are okay with and we are very happy. കാരണം And we are also ഞങ്ങളോടൊപ്പം delighted to 4 work with you. mentors audience. Thank you so much, sir. All the best. Thank you, Thank you so Thank you much, so sir. much. Congratulations. Thank you so much. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, സർ. Thank you so much. Yeah. കൃഷ്ണ മാഡം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയിരുന്നത്? ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ വളരെ നെർവസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾ ശരിക്കും ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ പിച്ച് ചെയ്യുന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ബിസിനസ് ഇങ്ങനെ തുടങ്ങിയെന്നേ ഉള്ളൂ. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഐ എം ഗെറ്റിംഗ് വെരി ഇമോഷണൽ അത് ആക്ച്വലി. നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഓവർവെൽമിംഗ് റെസ്പോൺസ്, ഓഡിയൻസിന്റെ 100% വരുന്ന റെസ്പോൺസ്, അതുപോലെ 4 ജഡ്ജസ് തരുന്ന സഹായമൊക്കെ കാണുമ്പോൾ ഐ തിങ്ക് വി ആർ ഡൂയിങ് സംതിങ് റൈറ്റ്. എന്തൊക്കെ സാക്രിഫൈസസ് ചെയ്യേണ്ടി വന്നു, എത്ര ലേറ്റ് നൈറ്റ് റൺസ് വേണ്ടി വന്നു. എന്റെ മോൻ എന്നോടൊപ്പം സ്റ്റുഡിയോയിലാണ് ഉറങ്ങാറുള്ളത്. ദിസ് ഇസ് ഓൾ വർത്ത് ഇറ്റ്. ഐ എം വെരി ഹാപ്പി. 3ാമത്തെ പാർട്ട്ണറാ.
very Oh, happy. don't be so emotional. Everything is for good. നിങ്ങൾ ഏത് തരത്തിലാണ് ഈ ബിസിനസ് തുടങ്ങിയത്? ഒരുപാട് ഹസൽസും I know. സ്ട്രഗിൾസും അതുപോലെ മിസ്റ്റേക്സും ഇവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തു വരാനായത്? ഇതെല്ലാം നിങ്ങൾക്കൊരു ലെസൺ തന്നെയാണ്. എന്റർപ്രനേഴ്സിന് ഇതുപോലെയുള്ള പല ടാസ്കും ചെയ്യേണ്ടി വരുമെന്ന് അറിയാം. ഇവള് സൂപ്പർ വുമണാ മാഡം, സൂപ്പർ വുമണാ. You deserve the 75% share. 100 വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. എല്ലാം എടുത്തോട്ടെ. അപ്പൊ Thank you ഇതാണ് so ഈ much. ഐഡിയ ബാസ് വേദിയുടെ ഒരു അത്ഭുതം. Yes. നിങ്ങളെ പോലെയൊക്കെയുള്ള ഐഡിയ ബാസ് ജീവിതത്തിലെ ആദ്യത്തെ പിച്ച് ചെയ്യുന്നവര്, അവർക്ക് നമ്മുടെ എല്ലാ ടൈറ്റൻസും ഫണ്ടിങ്, മെന്റർഷിപ്പ് എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ സ്ട്രാറ്റജിക് പാർട്ണർ ആവാനും തയ്യാറാണ്. I know this is താങ്ക് യു വെരി മച്ച്. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്.